ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ 4 മാസത്തോളമായി ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി നല്ലൊരു ഐസ്ക്രീമായിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ചക്ക കൊണ്ടാണ് കേട്ടോ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു ഓറഞ്ച് കളറിൽ നല്ല മധുരമുള്ള ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അതൊരു കപ്പോളം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെള്ള ശർക്കര ഉണ്ട ശർക്കര നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, മിൽക്കി മിസ്റ്റിൻ്റെയാണ്. അപ്പം ഒരു ചെറിയ മിൽക്കി മിസ്റ്റിൻ്റെ ചെറിയൊരു ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കപ്പ് ഈ നമ്മളുടെ ചക്കയും അതുപോലെ തന്നെ ശർക്കരയും, നമ്മൾ പഞ്ചസാര ഇതിൽ ചേർക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ശർക്കര തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഉണ്ട ശർക്കര നമുക്ക് അത് തന്നെ അത്രയും തന്നെ എടുക്കണമെന്നില്ല, ഒരു മുക്കാൽ ഭാഗം തന്നെ എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ ഫ്രഷ് ക്രീമും കൂടിയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചിടുക. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതേ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൽ ചില കഷ്ണങ്ങൾ ഇപ്പോഴും അടിയാണ്ട് കിടപ്പുണ്ട്. അതങ്ങനെ കിടന്നോട്ടെ. അതൊരു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്, നല്ലൊരു ടേസ്റ്റായിരിക്കും അത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബൗളിലേക്ക് 2 ബൗളിലേക്ക് നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ, ചെറിയ ചെറിയ കട്ടകളും പീസുകളൊക്കെ അതിൽ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ അവിടെ കിടന്നോട്ടെ. അപ്പം കഴിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും മേളിൽ ഒരു ഡെക്കറേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പം ഞാനിൽ ക്യാഷു ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ക്യാഷ്നട്ട്. അപ്പോൾ നമ്മളത് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ നമുക്കത് എടുത്ത് വെക്കാം. 2 മണിക്കൂർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഐസ്ക്രീം ആയിരിക്കും കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെറിയ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ മക്കൾക്ക് ചൂടുള്ള സമയത്തായിരുന്നു ഞാനിത്, നല്ല വെയിലും ഇതൊക്കെ കണ്ടപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.